പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പെരുന്നാളൊക്കെ അടുത്ത് വരാറായല്ലോ. ആ ദിവസത്തിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി തന്നെയാണിത്. ചിക്കനും മട്ടനും ബീഫും ഒക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ സാധാരണ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത്. എന്നാൽ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയെടുത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി തന്നെയാണ്. ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. സോയാ ചങ്ക്സ് വെച്ചാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബാസ്മതി റൈസിനനുസരിച്ചിട്ട് വേണം സോയാ ചങ്ക്സും എടുക്കാനായിട്ട്. മീഡിയം വലുപ്പമുള്ള സോയാ ചങ്ക്സ് ആണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് അളവിൽ 2 ഗ്ലാസ് ബാസ്മതി റൈസിന് 1 ഗ്ലാസ് സോയാ ചങ്ക് എന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ബാസ്മതി റൈസും അതുപോലെ തന്നെ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് കഴുകി വാല വെക്കേണ്ടതുണ്ട്. മീഡിയം വലിപ്പമുള്ള 2 സവോള വളരെ കനം കുറച്ചരിഞ്ഞതും, ഇടത്തരം വലിപ്പമുള്ള 2 തക്കാളിയും, 7 അല്ലി വെളുത്തുള്ളിയും, 1 കഷ്ണം ഇഞ്ചിയും, എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളകും അവ എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തതുമാണിത്. ആദ്യം നമുക്ക് ഈ സോയാ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വെള്ളം നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് അളവിൽ സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെക്കണം. ഇതൊന്ന് വെന്ത് കിട്ടുകയും വേണമല്ലോ. ഒരു 10 മിനിറ്റിന് ശേഷം നല്ല രീതിയിലൊന്ന് കഴുകി എടുക്കുകയും വേണം. ബിരിയാണി തയ്യാറാക്കി എടുക്കാനുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ അളവിൽ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിവാക്കി സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. 4 ടേബിൾ സ്പൂൺ അളവിൽ കാഷ്യൂനട്ട് നമുക്ക് ആദ്യമേ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കശുവണ്ടി ഒന്ന് ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറി മൂത്ത് വന്നപ്പോഴത്തേക്കിന് അതേ അളവിൽ തന്നെ ഞാൻ റേസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശുവണ്ടിയും റേസൻസും ഈ ഒരു രീതിയിൽ മൂത്ത് വന്നപ്പം ഇതെടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇതേ ഓയിലിൽ തന്നെ ഞാൻ മീഡിയം വലുപ്പമുള്ള 2 സവോളയും വളരെ കനം കുറച്ചരിഞ്ഞ് അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. സവോള നല്ല കനം കുറച്ചരിഞ്ഞ ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ എല്ലാം അടർന്ന് കിട്ടും. പിന്നീട് നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. ലേശം പഞ്ചസാരയും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് തന്നെ മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇളക്കി ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ വളരെ ഈസിയാണ്. ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ആ ഒരു പാത്രത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഒത്തിരി പാത്രങ്ങളൊന്നും കഴുകി മെനക്കെടേണ്ട ആവശ്യവുമില്ല. ഇവയെല്ലാം ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഉള്ളിയെല്ലാം ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ മുരിച്ചെടുത്തു. ഇനി ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇരുന്നവ ഒന്നും കൂടെ മൂത്ത് കിട്ടും. ഇനി ഇതേ ഓയിലിലോട്ട് തന്നെ നമ്മൾ ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഉണ്ടല്ലോ, അവയാണ് വഴറ്റിയെടുക്കുന്നത്. ചതച്ച വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്നു വന്നപ്പോഴത്തേക്കിനും നമ്മളിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടണം ഉള്ളി. ഉള്ളി വഴന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, 1.5 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതുണ്ടല്ലോ, അതും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ചെറിയ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ കഴുകിയെടുത്ത ശേഷം 3-4 തവണ വെള്ളം മാറിക്കൊടുത്ത് നല്ല രീതിയിൽ കഴുകിയെടുത്ത് വെള്ളം ഒട്ടുമില്ലാത്ത രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ പൾസ് ചെയ്തെടുത്തേക്കുന്നതാണ്. അവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവയെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ സോയാബീൻ പൾസ് ചെയ്തിട്ട് ഒന്ന് ബിരിയാണി തയ്യാറാക്കി നോക്കിയേ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിലെല്ലാം മസാല പിടിച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ മുഴുവനായിട്ടുള്ള സോയാബീൻ ഇട്ട് കൊടുക്കുന്നതിനേക്കാട്ടിൽ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു രീതിയിൽ സോയാബീൻ ഒന്ന് പൾസ് ചെയ്തിട്ട് ബിരിയാണി തയ്യാറാക്കി എടുക്കുമ്പോൾ. നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റ് തന്നെയാണ്. 3-4 മിനിറ്റ് നമ്മൾ ഈ മസാല കൂട്ടുമായിട്ട് ഈ സോയാബീൻ പൊടിച്ചതൊന്ന് വഴറ്റിയെടുക്കണം. അതിലോട്ട് ആ മസാലയും എരിവും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് പൾസ് ചെയ്തിട്ട് ചേർത്താലേ പറ്റുകയുള്ളൂ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. തക്കാളിയിലുള്ള വെള്ളമൊക്കെ വറ്റി സോയാബീനിലെയും വെള്ളം വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ലേശം മല്ലിയില ചോപ്പയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരക്കപ്പ് അളവിൽ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇവയെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ബാസ്മതി റൈസ് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളമെല്ലാം വാല വെച്ച് ഇതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അവയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. ചിക്കനും മട്ടനും ഒക്കെ വെച്ചിട്ട് നമ്മൾ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഈ സോയാ ചങ്ക് കൊണ്ട് നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു രീതി തയ്യാറാക്കി എടുക്കുന്നതാണ് നമ്മൾ മുഴുവനായിട്ട് സോയാബീൻ ഇട്ട് കൊടുക്കുന്നതിനേക്കാട്ടി ടേസ്റ്റ്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒരു 2-3 മിനിറ്റും കൂടെ ഞാൻ ഈ റൈസും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കണം. 2 കപ്പ് അരിക്ക് ഞാൻ 4 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടെ ചേർത്ത ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയൊന്ന് മിക്സ് ചെയ്ത ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിൻ്റെ അംശം കൂടുതലായിട്ട് നിൽക്കത്തക്ക രീതിയിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നാലേ ആ റൈസിലോട്ട് ഉപ്പ് കറക്റ്റായിട്ട് പിടിച്ചു വരികയുള്ളൂ. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. തിള വരുന്നത് വരെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചു. തിള വന്ന ശേഷം ഞാൻ തീ കുറച്ച് വെച്ച് മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ വെള്ളം ഇനിയും വറ്റിച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തവി കൊണ്ടൊന്നും ഇളക്കല്ല, ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ബിരിയാണിക്ക് നമ്മൾ ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. ഇനിയും വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും റേസൻസും ഉള്ളി മൂപ്പിച്ചതുമൊക്കെയാണ് ഇതിൻ്റെ മുകളിലോട്ട് ഗാർണിഷ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നത്. ഈ പെരുന്നാളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഒരു സോയാ ചങ്ക് ബിരിയാണിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. കുറച്ച് മല്ലിയില ചോപ്പിയതും കൂടെ അവസാനം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ സെർവ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. സോയാബീൻ പൾസ് ചെയ്ത് ചേർത്തത് കൊണ്ട് നമ്മൾ കുഴഞ്ഞു പോകുമെന്ന് വിചാരിക്കും ബിരിയാണി. എന്നാൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം നമ്മൾ കുറച്ച് നേരം ഇത് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ടല്ലോ, ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ഈ ബിരിയാണി കുഴഞ്ഞു പോകാതെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുന്നു.